നമ്മുടെ കിങ് ഓഫ് ദ മോൺസ്റ്റർ ആയിട്ടുള്ള ഗോഡ്സിലയും അതുപോലെ തന്നെ ഡീസലെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഫ്ലാഷും തമ്മിൽ ഒരു ഫൈറ്റ് നടത്തിയാൽ ആരായിരിക്കും ഫൈറ്റിൽ വിൻ ആവുക, ആരായിരിക്കും ഡിഫീറ്റ് ആവുക എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതും നോർമൽ ഗോഡ്സിലയുടെ കാര്യമല്ല പറയുന്നത്, ന്യൂക്ലിയർ ഗോഡ്സിലയാണ്. അപ്പം നിങ്ങൾ ചോദിക്കാം, ബ്രോ ഗോഡ്സിലയുടെ ഒരു വാല് കൊണ്ടുള്ള അടി കിട്ടിയാൽ നമ്മുടെ ഫ്ലാഷിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകത്തില്ലേ? അപ്പം അതല്ല നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അത് നമുക്ക് വഴിയേ നോക്കാം. അപ്പം നമ്മളിപ്പോൾ തന്നെ ന്യൂക്ലിയറിൻ്റെ ബോംബിൻ്റെ പവേഴ്സ് പറയുകയാണെങ്കിൽ നമുക്കറിയാം അതിനൊരു നാട് തന്നെ നശിപ്പിക്കാനുള്ള പവേഴ്സ് ഉണ്ട് ഒരു ന്യൂക്ലിയർ ബോംബിന്. അത് ഗോഡ്സിലയുടെ കൂടെ ദേഹത്ത് നിൽക്കുമ്പം അതിൻ്റെ ശകലവും കൂടെ പവേഴ്സ് കൂടുവന്നേ ഉള്ളൂ, അല്ലാതെ ഡബിൾ മടങ്ങൊന്നും കൊടുത്തില്ല. ഗോഡ്സിലയുടെ അത്രയും പവേഴ്സിനേക്കാൾ ഡബിൾ മടങ്ങ് എത്രയോ മടങ്ങ് കൂടുതലാണ് നമ്മുടെ ന്യൂക്ലിയർ ബോംബിന് അറിയാം. അപ്പം ന്യൂക്ലിയർ ബോംബ് ഗോഡ്സിലയ്ക്കുള്ളിൽ നിൽക്കുമ്പം ഇച്ചിരിയും കൂടെ ഒരു 100% 2% കൂടെ പവേഴ്സ് കൂടുവന്നേ ഉള്ളൂ. പക്ഷേങ്കിൽ ആ ന്യൂക്ലിയർ ഗോഡ്സിലേനെ നമ്മുടെ ഫ്ലാഷിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ നോക്കാനായിട്ട് വന്നു. അപ്പം ഫ്ലാഷിന് വേണമെങ്കിൽ നല്ല പഞ്ചസക കൊടുക്കാൻ പറ്റും, പക്ഷേ ഒന്നും ഏക്കത്തില്ല. അപ്പം ഫ്ലാഷിനാണെങ്കിൽ ആകെ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ നമ്മുടെ ഗോഡ്സിലെ, അത് ന്യൂക്ലിയർ ഗോഡ്സിലെ ഡിഫീറ്റ് ചെയ്യാനായിട്ട്. അത് വേറൊന്നുമല്ല, ആ ന്യൂക്ലിയർ ബോംബ് പൊട്ടുമ്പം ആ ഫോഴ്സ് മൊത്തം നമ്മുടെ ഫ്ലാഷ് വിചാരിക്കുവാണെങ്കിൽ ഗോഡ്സിലേക്ക് ചുറ്റും റൗണ്ട് ചെയ്യുമ്പം അതൊരു ചുഴലിക്കാറ്റ് പോലെ വ്യാപിക്കുമല്ലോ. അപ്പം ആ പവേഴ്സ് ചുറ്റുമുള്ള ഭാഗത്തോട്ട് പ്രവേശിക്കാതെ സ്പേസിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ഗോഡ്സിലേക്കുള്ളിൽ തന്നെ കയറി ഡിഫീറ്റ് ആവും ഗോഡ്സിൽ. അങ്ങനെ ഫ്ലാഷ് ജയിക്കും.